ഹലോ, ഈ വീഡിയോ സ്റ്റുഡിയോ ഗിബ്ലി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അവസാനം വരെ ഒന്ന് വീഡിയോ കാണാം. ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഷോർട്ട് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുൻപ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്ലോ ആയിട്ട് ഈ വീഡിയോ കാണണം എന്നുണ്ട്, ഇത് നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിൽ അങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വൈറ്റ് പെയിൻറ്റും കൂടിയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും അതുപോലെയുള്ള സ്കെച്ചിങ്സ് ആഡ് ചെയ്ത് കുറച്ചൊന്ന് ഒരു കളർ റൂമിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പോസ്റ്റേഴ്സ് ഇതുപോലെ ഓരോ ദിവസം പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്കെച്ച് ചെയ്തേക്കുന്നത് സാധാ സ്കെച്ച് പെൻസ് വെച്ചിട്ടാണ്. പക്ഷേ ഇത് ഡുവൽ ടിപ്പാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ടിപ്പുള്ള സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം കളർ വേരിയേഷനുള്ള സ്കെച്ച് പെൻസ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ഡാർക്കർ ഷെയ്ഡിലോട്ടുള്ള ഗ്രീനും അല്ലെങ്കിൽ ഏത് കളറാണോ വേണ്ടത് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സ്കെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡെപ്ത് ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഭംഗി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം പെട്ടെന്ന് ചെയ്ത് കഴിയാൻ പറ്റുന്ന ഒരു സ്കെച്ചിങ് ആണ്. ഇപ്പോൾ കുറച്ച് ഇലകളും പിന്നെ കുറച്ച് പൂവും, ഇപ്പോൾ സാധാ രീതിയിലുള്ളൊരു പൂവാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് കൊടുത്തത് കൊണ്ട് വേണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വരയ്ക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്നൊരു സ്കെച്ചാണിത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ സ്കൈ പിന്നെ കുറച്ച് ക്ലൗഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് സ്കെച്ച് വെച്ചിട്ട് ക്ലൗഡ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം സ്കെച്ച് വെച്ച് ബ്ലൂ കൊടുത്തിട്ട് പിന്നെ വൈറ്റ് ഞാൻ ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇടണേ. താങ്ക് യു.